ഇന്ന് രാജീവ് ചന്ദ്രശേഖരൻ ഔദ്യോഗികമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. നാളെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് പറയുന്നു. BJP ഒരു വലിയ മാറ്റത്തിലേക്കാണോ പോകുന്നത്? അതെ, കഴിഞ്ഞ 3-4 മാസമായിട്ട് ഞങ്ങൾ വളരെ സ്ട്രക്ചറലായിട്ടുള്ള ഒരു ചേഞ്ച് ബൂത്ത് തലം മുതൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് എല്ലാ ബൂത്തുകളിലും കഴിഞ്ഞ 5 വർഷത്തിന് ശേഷം എല്ലാ ബൂത്തുകളിലും ഏതാണ്ട് 18,600 ഒഫീഷ്യൽ ബൂത്ത് കമ്മിറ്റികൾ അത് നിലവിൽ വന്നു. അത് കഴിഞ്ഞ് 280 മണ്ഡലങ്ങളിലും പാർട്ടി, ഞങ്ങൾക്ക് 140 അസംബ്ലി മണ്ഡലങ്ങൾ ഇൻറ്റു 2 280 അവിടെ എല്ലാം പാർട്ടി പുതിയ കമ്മിറ്റി രൂപീകരിച്ചു. 14 റവന്യൂ ജില്ലകളെ 30 ആക്കി. അവിടെയും ജില്ലാ കമ്മിറ്റികൾ വന്നു. വളരെ നല്ല മാറ്റങ്ങൾ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ മാധ്യമങ്ങളൊന്നും പ്രശംസിച്ചില്ലെങ്കിലും 280 പാർട്ടി മണ്ഡലങ്ങളിൽ 39 സ്ത്രീകളാണ്. മതന്യൂനപക്ഷങ്ങൾ, പട്ടികജാതിക്കാർ, ഇവരൊക്കെ എണ്ണം ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ദൃഷ്ടിയിൽ നോക്കിയാൽ കേരളത്തിലെ BJP വളരെ കൃത്യമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഓർഗനൈസേഷൻ റീസ്ട്രക്ചറിങ്ങിൻ്റെ പേരിൽ നടത്തി. ഇനിയിപ്പോൾ അവശേഷിക്കുന്നത് സംസ്ഥാന അധ്യക്ഷ പദവി മാത്രമാണ്. ഇന്ന് നാമനിർദ്ദേശ പത്രിക ഒരെണ്ണമാണ് കിട്ടിയത്, ശ്രീ രാജീവ് ചന്ദ്രശേഖർജി. നാളെ വരണാധികാരി ഔപചാരികമായിട്ട് അദ്ദേഹത്തെ പ്രഖ്യാപിക്കും. ഇപ്പോൾ നിലവിൽ അങ്ങ് തുടരും എന്ന് ചില വാർത്തകൾ, റിപ്പോർട്ടുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ BJPയെ നയിച്ചു. BJPക്ക് ഒരു MB അടക്കം ഇവിടെ നിന്നും സൃഷ്ടിക്കാൻ സാധിക്കുകയും ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ BJP വലിയ മുന്നേറ്റം കാഴ്ചവെക്കുകയും ചെയ്തു. അതിനുശേഷം അത് അങ്ങേക്ക് ഗുണമാകുമെന്നും തുടരും എന്നും ഒരു വർത്തമാനവും ഉണ്ടായിരുന്നു. അതായത് വസ്തുത അറിയാത്തവരാണ് ഇത് പറയുന്നത്. 5 വർഷം കാലാവധി പൂർത്തിയാക്കിയ എല്ലാ അധ്യക്ഷന്മാരും മാറി. അപ്പോൾ എനിക്കറിയാലോ, കാരണം എന്നോടൊപ്പം ചുമതലയേറ്റ എല്ലാവരും ഇതിനോടകം തന്നെ സ്ഥാനമൊഴിഞ്ഞു. വളരെ കുറച്ച് പേര് മാത്രമാണ് അവസാനം വരെ ഉണ്ടായിരുന്നത്. അവരും ഈ സംഘടനാ തെരഞ്ഞെടുപ്പോടുകൂടി സ്ഥാനമൊഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് മാത്രം ഒരു പ്രത്യേകതയില്ല. അതുകൊണ്ട് മാധ്യമങ്ങൾ എന്തൊക്കെ പറയുന്നു അതൊന്നും അല്ലല്ലോ സത്യം. മാധ്യമങ്ങൾ പറയുന്നതൊക്കെ വെറും പൊയ് വാക്കുകളാണെന്നുള്ളതാണല്ലോ ഇപ്പോൾ ഇത് നാമനിർദ്ദേശ പത്രിക കഴിഞ്ഞപ്പോൾ മനസ്സിലാവുന്നത്. അതുകൊണ്ട് വസ്തുതാപരമായിട്ട് അത് ശരിയായിരുന്നില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അത് സംഘടനാ തെരഞ്ഞെടുപ്പ് കാലാകാലങ്ങളിൽ നിയമാനുസൃതമായിട്ട് നടത്തുന്ന ഒരു പാർട്ടിയാണ് BJP. അതിൻ്റേതായിട്ടുള്ള പ്രയോജനം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. പുതിയ ലീഡർഷിപ്പ് വളർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പണ്ട് കാലത്ത് നോക്കുമ്പോൾ മാരാർജി, രാമപിള്ള സാർ, രാജേട്ടൻ, ഇങ്ങനെ ഒരു ചെറിയൊരു ത്രയം, അത് കഴിഞ്ഞ് കുറച്ചുകൂടി ആൾക്കാർ വന്നു. ഇപ്പോൾ ഒരു നല്ല സെറ്റ് ലീഡർഷിപ്പ് എല്ലാ ജില്ലകളിലും വന്നു. സംസ്ഥാനത്താകെ ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട്, ഒരു 20% വോട്ട് ഷെയർ ഉള്ള ഒരു പാർട്ടിയായിട്ട് ഞങ്ങൾ മാറി എന്നുള്ളത് വളരെ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രയോജനമുണ്ട്. ഇപ്പോൾ തുടരാൻ മനസ്സിൽ ഏതെങ്കിലും തരത്തിലൊരു ആഗ്രഹം, തയ്യാറെടുപ്പ് അങ്ങനെ ഉണ്ടായിരുന്നു? തുടരാൻ സാധിക്കില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അങ്ങനെ? മാധ്യമങ്ങൾക്ക് ഇതൊന്നും അറിയാതെ അവർ സംസാരിക്കുന്നു എന്നല്ലാതെ തുടരാൻ എങ്ങനെ കഴിയുന്നു? 5 വർഷം കഴിഞ്ഞ് എല്ലാവരും മാറുമ്പോൾ ഇപ്പോൾ നോക്കൂ, 30 ജില്ലാ പ്രസിഡന്റുമാരെ ഞങ്ങൾ നിയമിച്ചു. അറ്റ്ലീസ്റ്റ് മാധ്യമങ്ങൾ അതെങ്കിലും ഒന്ന് കാണേണ്ടതായിരുന്നു. ഒറ്റൊരു ജില്ലാ പ്രസിഡന്റും 5 വർഷം കഴിഞ്ഞവരെ നിർത്തിയിട്ടില്ല. പാർട്ടിക്കകത്ത് വ്യക്തമായിട്ടുള്ള ധാരണകളുടെ കൂടിയാണ് പോകുന്നത്. അപ്പോൾ ആ ധാരണ ഇല്ലാത്ത ആളല്ലല്ലോ BJP സംസ്ഥാന പ്രസിഡന്റ്. അതുകൊണ്ട് വാർത്തകൾ വരുന്നു, അതാരും നിഷേധിച്ചില്ല. നിങ്ങൾ പറയുന്നതൊക്കെ വെറും അരമണിക്കൂർ പോലും ആയുസില്ലാത്ത വാർത്തകളാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് ഞങ്ങളത് മറന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരെ പോലെ ഒരാൾ എത്തുമ്പോൾ അദ്ദേഹത്തിന് സംഘടനാ തലത്തിൽ അദ്ദേഹത്തിന് വലിയ അനുഭവ സമ്പത്തോ പ്രവൃത്തി പരിചയമോ കേരളം പോലൊരു സംസ്ഥാനത്തില്ല. അദ്ദേഹം കർണാടകയിലൊക്കെ തന്നെ പ്രവർത്തനവുമായി നിന്നിട്ടുണ്ട്, അത് സമ്മതിക്കും. പക്ഷേ അദ്ദേഹം ഈ പാർലമെൻ്ററി രംഗത്ത് വന്ന് 1 മാസം കൊണ്ട് ഇവിടെ കുറേയധികം വോട്ട് നേടുകയും ഒക്കെ ചെയ്തയാളാണ്. സംഘടനാ തലത്തിൽ അദ്ദേഹത്തിന് അതൊരു വെല്ലുവിളിയായി മാറുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, സംഘടന ഇവിടെ ഉണ്ടല്ലോ, ശക്തമായിട്ടുള്ള സംഘടന ഉണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, BJPയുടെ സ്ട്രക്ചറിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഇനി അതിൻ്റെ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരാളാണ് വേണ്ടത്. കാരണം അദ്ദേഹം ഒരു നൂലിൽ കെട്ടിയിറക്കിയ ആളല്ല. 30 വർഷമായിട്ട് അദ്ദേഹം പബ്ലിക് ഫീൽഡിലുണ്ട്. ഒരു ടെസ്റ്റഡ് ലീഡർഷിപ്പാണ് അദ്ദേഹം, ഒരു ട്രസ്റ്റഡ് ലീഡർഷിപ്പാണ്, ഒരു വിജയിച്ച ലീഡർഷിപ്പാണ് അദ്ദേഹം. അദ്ദേഹം 3 തവണ MP ആയിരുന്ന ആളാണ്, 1 തവണ കേന്ദ്രമന്ത്രി ആയിരുന്ന ആളാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഒരാഴ്ച കൊണ്ട് നിങ്ങൾ പറഞ്ഞതൊന്നും ശരിയല്ല എന്ന് പിന്നെ നിങ്ങൾ തന്നെ മാറ്റി പറഞ്ഞില്ലേ. അദ്ദേഹം അക്സെപ്റ്റൻസ് ഉള്ള ഒരു പബ്ലിക് ലീഡർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇവിടെ വന്നിറങ്ങിയപ്പോൾ എല്ലാ എതിർ പ്രചാരണങ്ങളെയും, ഈ പറഞ്ഞ മാധ്യമ പ്രചാരണങ്ങളെയും അസ്ഥാനത്താക്കിക്കൊണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രചാരണമൊന്നും വിലപ്പോവില്ല. സംഘടനയും നേതാവും ശക്തമായിട്ട് തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും മുമ്പോട്ട് പോകും. എന്ത് തരത്തിലുള്ള മാറ്റമാണ് രാജീവ് ചന്ദ്രശേഖരെ ചുമതല ഏൽപ്പിക്കുന്നതിലൂടെ BJP ലക്ഷ്യമിടുന്നത്? അല്ല, ഒരു വ്യക്തി മാറുന്നത് കൊണ്ട് എല്ലാം മാറുകയല്ല, ഒരു ടീമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു ടീം ശക്തമായിട്ട് മുമ്പോട്ട് പോകും. ഇപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നിങ്ങൾ എന്തെല്ലാം അഭ്യൂഹങ്ങൾ പരത്തി. പക്ഷേ കേരളത്തിലെ BJP എത്രമാത്രം മെച്യൂരിറ്റിയോടുള്ള ഒരു ലീഡർഷിപ്പാണെന്ന് നിങ്ങൾക്കിന്ന് ബോധ്യമായി കാണില്ലേ.
ആ രീതിയിലാണ് BJP പോകുന്നത്. വളരെ ശക്തമായിട്ട് ഐക്യത്തോടുകൂടി ഞങ്ങളുടെ ലക്ഷ്യം പാർട്ടിയേക്കുള്ളിലെ മത്സരമല്ല, പുറത്തുള്ള മത്സരമാണ്. ഇനിയിപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നു, അടുത്ത അസംബ്ലി ഇലക്ഷൻ വരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് ഫൈറ്റ് ചെയ്യും. ഞങ്ങൾ കേരളത്തിലെ ഏറ്റവും മുന്നിൽ വരുന്ന മുന്നണിയായിട്ട് മാറണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പാർട്ടിയിൽ പറഞ്ഞു കേട്ട കുറേ അധികം പേരുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങ് നിഷേധിച്ചാൽ പോലും പല ആളുകൾക്കും അത്തരത്തിലുള്ള ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ആളുകളുണ്ട്. അവരെ എല്ലാം ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോവുകയായിരിക്കുമല്ലോ ഇനി ഒരു വലിയ ആരുടെ അവസരങ്ങൾ നഷ്ടമാവുന്നില്ലെന്ന്, അവർക്കൊക്കെ ഇനി അവസരങ്ങൾ കിട്ടും. ഈ പാർട്ടി എല്ലാവർക്കും അവസരം കിട്ടുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ടാണല്ലോ 5 വർഷം കഴിയുമ്പോൾ മാറുമ്പോഴാണല്ലോ പുതിയ അവസരം കിട്ടുന്നത്. എല്ലാവർക്കും അവസരം കിട്ടും. ആർക്കും അത്തരത്തിൽ നഷ്ടബോധത്തിൻ്റെ യാതൊരു കാര്യമില്ല. തീർച്ചയായും കെ സുരേന്ദ്രൻ നാളെ ഔദ്യോഗികമായി പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുക്കുന്നതോടെ ചുമതല ഒഴിയുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ക്യാമറാമാൻ ഷൈജു ചാവശ്ശേരിക്കൊപ്പം എസ് ശ്രീകാന്ത്, 24 തിരുവനന്തപുരം.